ഇപ്പോൾ യുഎയിൽ താമസിക്കുന്നവരുടെ പ്രധാന പ്രശ്നം ഇവിടുത്തെ കോസ്റ്റ് കൺട്രോൾ ആണല്ലേ. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, എങ്ങനെ കുറയ്ക്കും? കാരണം സാധനങ്ങളൊക്കെ പണ്ട് കണ്ണും പൂട്ടി വാങ്ങിയിരുന്ന പലതും ഇപ്പം നമ്മൾ ഒന്ന് കണ്ണ് തള്ളിയിട്ടാണ് വാങ്ങുന്നത്. പിന്നെ വാങ്ങാതിരിക്കാനും പറ്റില്ല. ഓരോ സിറ്റുവേഷനിൽ കൂടെയും കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിക്കുന്നതെന്നൊക്കെ പറയില്ലേ. നമുക്ക് ഓരോരോ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾക്കും നമ്മൾ പ്രാപ്തരാകും. അത് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും എന്തിൻ്റെ കാര്യമാണെങ്കിലും അല്ലേ. ഒരു സമയം വന്നാൽ എല്ലാം പഴയ പോലെ ആകുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നടക്കാല്ലേ. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ പിന്നെ അതൊക്കെ മറക്കും. രാവിലെ എണീറ്റ എന്താണാവോ എന്തൊക്കെ കിളി പോയ പോലെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ മൂഡ് റെഡി ആവണമെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. രാവിലത്തെ കഴിച്ചാൽ ഒന്നും റെഡി ആവില്ല. കുക്കിങ്ങിൽ അങ്ങനെ എക്സ്പേർട്ട് അല്ലെങ്കിലും ഞാൻ കുഴപ്പമില്ലാണ്ട് എല്ലാം കുക്ക് ചെയ്യും. പിന്നെ ഈ കുക്കിംഗ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ ആ ട്രാക്കിലോട്ട് കയറാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുവരെ ഫോണിൻ്റെ റീലോ അല്ലെങ്കിൽ TVയോ അല്ലെങ്കിൽ സാധനം കൊണ്ട് കളിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ടൈം ഒഴുകും. പിന്നെ ഞാൻ അങ്ങോട്ട് ട്രാക്കിൽ കയറുക എൻ്റെ ഒരു ഏകദേശ സമയമായാൽ ഞാൻ അങ്ങോട്ട് കയറും. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. എന്നും പുറത്തുനിന്ന് ഫുഡൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.